Hello friends, welcome to my YouTube channel Haru and Tanu. നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. അധികം പൊടിയില്ലാത്ത നല്ല കട്ട തൈര് 3 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ചേർത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെക്കണം. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കണം. ഒരു കടായിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം തക്കോലം, 1/2 ടീസ്പൂൺ പച്ചമല്ലി, 2 വറ്റൽമുളക് എന്നിവ നമുക്ക് ചേർക്കാം. വറ്റൽമുളക് ഞാനിവിടെ തണ്ട് കളയാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം തണ്ട് കളയുകയാണെങ്കിൽ മുളകിൻ്റെ അരി പുറത്തേക്ക് വന്നിട്ട് ആ മുളകിൻ്റെ കുത്തൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇതുപോലെ തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൂട്ട് മൂത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് മുളകിൻ്റെ തണ്ട് മാറ്റാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു മസാലയുടെ കൂട്ട് മൂത്തിട്ട് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കൂട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മസാല കൂട്ടിൻ്റെ നിറം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേ കടായിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ചു നേരം ആ കുരുമുളക് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് കണ്ടോ, ഇവിടെ നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ ഒപ്പം തിളച്ച് ആ വെള്ളത്തിൻ്റെ നിറം നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. കുരുമുളക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. വറ്റൽമുളകിൻ്റെ തണ്ട് ഞാൻ ഇപ്പോഴാണ് കളയുന്നത്. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എരിവിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറയ്ക്കാവുന്നതാണ്. പച്ചമുളകോ അതുപോലെ തന്നെ കുരുമുളകോ വറ്റൽമുളകോ ഒക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ മസാലക്കൂട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എന്നിവ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതേ കടായി ഞാൻ ചൂടാക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി എന്നിവ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇവിടെ നന്നായിട്ട് വെന്ത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ അരച്ചു വച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒട്ടും തന്നെ മസാല വേസ്റ്റായി പോകാതിരിക്കാനായിട്ട് ആ മിക്സിയിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സി കഴുകിയിട്ട് ഒട്ടും തന്നെ മസാല കളയാതെ ആ വെള്ളം ഞാൻ ഈ ഒരു ചിക്കൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിനുശേഷം ചിക്കൻ വെന്ത് കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഒരു 1/4 വേഗ് ആയതിനു ശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും തൂക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല കുറിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ഡാർക്ക് കളർ ഗ്രേവിയോട് കൂടിയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ്.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.